അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേരെ, ബെല്ലി ഞെക്കേരെ, ലൈക്ക് അടിച്ചേരെ. സത്യം പറഞ്ഞത് ഏതായി ഉണ്ണി ജൂനിയർ? സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കമന്റ് അയച്ച ആൾക്ക് റിപ്ലൈ കൊടുക്കാഞ്ഞ്. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വിവരം കണ്ടൊരുത്തരാണ്. ഓക്കെ, റോസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ട് അവനെ റോസ്റ്റ് ചെയ്യാം. അവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേരെ. വീഡിയോയിലോട്ട് പോകാം. അവൻ എന്തുവാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീഡിയോയിലോട്ട് പോകാം. ഓ, ഇവനായിരുന്നു ഉണ്ണി ജൂനിയർ. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എല്ലാം പോട്ടെ, തേച്ച് മടക്കി അപ്പൂപ്പന് ജോലി കിട്ടുകൊണ്ട് പോകാൻ വേണ്ടി അലമാരി മടക്കി വെച്ചിരുന്ന മുണ്ടവ കൊടുത്തേക്കുന്നതിന് ഞാനൊന്നും പറയുന്നില്ല. എടാ മോനെ, അപ്പൂപ്പന്റെ മുണ്ട് എന്തിയടാ? അപ്പൂപ്പ ഞാനത് റീൽസ് എടുക്കാൻ കൊടുത്തതാ. കിട്ടവനെ, എന്റെ മുണ്ടെടുത്താന്നോടാ നിന്റെ റീൽസ്. പക്ഷെ ആ മുഖത്ത് എന്തിനാ ഈ വൈറ്റ് വാഷ് അടിച്ചേക്കുന്നേ? പേരാലോലി എടുത്ത് പൊട്ടും തൊട്ടിട്ട് ഒരു ചെമ്പരത്തി പൂവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ആയേനെ. ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോ നോമ ഒരു പെൺകുട്ടിയെ കണ്ടു. ഭയങ്കര ഭക്തിയുള്ള ആള്. നോമിനെ കണ്ടപ്പോഴേ നോമിന്റെ മനസ്സ് അവൾ മോഷ്ടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടേ ആ ഒരു വ്യക്തിയെ? നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാവുന്നതായിരിക്കും. ഇതല്ലാട്ടോ, നമ്മുടെ കുട്ടി എന്ന് പറയുന്നത് ഭക്തിയും നല്ല ഭംഗിയും ഉള്ളവളായിരിക്കും. അല്ലാതെ ഇതുപോലെ ചെകുത്താര കുഞ്ഞുങ്ങളൊന്നുമല്ല. ഇതാവൾ. നിനക്ക് ഇഷ്ടപ്പെട്ട മറ്റേതാണെങ്കിലും ആദ്യം കണ്ടായിരുന്നു കറക്റ്റ്. രണ്ടിനും വിവരം അടുത്തൂടെ തൊട്ട് തീണ്ടി പോയിട്ടില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. അതാണ് ഒറിജിനൽ വീഡിയോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ അവൻ ചന്ദനമഴ സീരിയൽ കണ്ടോണ്ടിരുന്നാണോ വീഡിയോ എടുക്കുന്നത്? കുറെ ഇതിനായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും റോസ്റ്റ് ചെയ്യാം. അതാകുമ്പോ രണ്ടും നടക്കും. അമൃത ചേച്ചിയെ വീട്ടിൽ ഇട്ട് അമ്മായിയമ്മ ദ്രോഹിക്കുന്നതും കാണാം, വീഡിയോ എടുക്കുകയും ചെയ്യാം, 4 കാശ് അവന്റെ കയ്യെ കിട്ടുകയും ചെയ്യും. അടുത്ത വീഡിയോ നോക്കാം. റീലൊക്കെ എടുക്കണവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുള്ള. മോൻ എന്തോ കിടന്ന് ഉദ്ദേശിക്കുന്നേ? പുള്ളിക്കാരൻ എന്തൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഉദ്ദേശിക്കുന്ന ഇങ്ങോട്ട് പുറത്തോട്ട് വരുന്നില്ല. തലാട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവം ഭക്തി കുട്ടിയെ തൊട്ടടിക്കുന്ന സീനാ മച്ചാനെ. ഭക്തി കുട്ടി എന്റെ അറിയാലോ. നിന്റെയാന്നോ? ഇതൊന്നും ആ റീൽസ് എടുത്ത പിള്ളേർ അറിയില്ല കേട്ടാ. വീട്ടിൽ വന്ന് നിന്നെ കുത്തി പറഞ്ഞു വിടും, അല്ലെങ്കിൽ ആ പിള്ളേർ സ്വയം തൂങ്ങിച്ചാവും. ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് നടക്കും, അത് ഉറപ്പാ. ഇപ്പൊ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇത്. അപ്പൊ ഇതാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളോട് 1K ആണ്. നമുക്ക് 1K ആവാറായി. എല്ലാരും ഞെക്കിക്കോ. 1K സബ്സ്ക്രൈബേഴ്സ് ആവാറായി. പെട്ടെന്ന് എല്ലാരും ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന എല്ലാരും അങ്ങ് സബ്സ്ക്രൈബ് ഞെക്കിക്കോ. നമ്മളെ 1K ആക്കാം ഗൈസ്. അപ്പൊ എന്തായാലും റിയാക്ഷനിലോട്ട് കിടക്കാം. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8, സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്നൻ. ഇതിനാണ് റാപ്പ് എന്ന് പറയണത്. അങ്ങനെ ഞാൻ പാടാലോ, എന്നെ എല്ലാവരും വൈറലാക്കിട്ടാ. എന്റെ പേര് ആദിൽ, എന്റെ വീട് തിരുവാരം. ഫുട്ബോൾ കളിക്കാൻ സ്ഥലമില്ലാത്ത പറമ്പിൽ കയറി ഞാൻ തട്ടി പന്ത്. കിടില റാപ്പ്. ഇത് പറഞ്ഞ കൊള്ളാം, മേലെ ആവർത്തിക്കരുത്. ഇതിന് ഭേദം മറ്റേ വെള്ളം കുടിക്കാൻ പഠിപ്പിക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോ ആയിരുന്നു. എന്റെ റാപ്പ് കേട്ടില്ലയോ? കൊള്ളാം. വേടനൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു റോള് തന്നേനെ പിള്ളേര്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്നെ റാപ്പേഴ്സ് എല്ലാരും കൂടെ തട്ടും. ഇവന്റെ വിചാരം ഇവൻ ഈ വീഡിയോയിൽ റൊമാൻറ്റിക് വാരി എറിയുകയാണെന്നാണ് വിചാരം. പക്ഷെ കാണുന്നത് നമുക്ക് ഇതൊരു മൊണ്ണക്കുട്ടന്റെ മൊണ്ണത്തരങ്ങളോ അത്രയായിട്ടാ തോന്നുള്ളൂ. സത്യം പറഞ്ഞ പുള്ളിക്കാരന്റെ വിചാരം പുള്ളിക്കാരൻ റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ആൾക്കാർ ചിരിച്ചങ്ങ് മണ്ണ് തപ്പുവാന്ന്. നമുക്കെന്റെ അറിയത്തുള്ളൂ ഇത് വിവരക്കേട് കൂടിപ്പോയതിന്റെ പ്രശ്നമാണ്. എന്റെ വിചാരം ഇവൻ ഈ വീഡിയോയിൽ റൊമാൻറ്റിക് വാരി എറിയുകയാണെന്നാണ് വിചാരം. പക്ഷെ കാണുന്നത് നമുക്ക് ഇതൊരു മൊണ്ണക്കുട്ടന്റെ മൊണ്ണത്തരങ്ങളോ അത്രയായിട്ടാ തോന്നുള്ളൂ. അവൻ വിചാരിക്കുന്ന വ്യൂവേഴ്സ്, ബട്ട് റിയാലിറ്റി. ഇതൊക്കെ കണ്ട് ആരെങ്കിലും ചിരിക്കുവോ? സത്യം പറഞ്ഞാൽ ചിരിയല്ലേ വരുന്നത്, സാധാരണ തോന്നുന്നു. കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവനെ ഒന്നും വേണ്ട, വയറ് നിറഞ്ഞാണ്.
അല്ല റീച്ചിന് വേണ്ടി എന്ത് തെറിവിളിയും കേൾക്കും, അവന്റെ പറച്ചിൽ കേൾക്കുമ്പോഴേ അറിയാം. പക്ഷെ അതിനുശേഷം അങ്ങോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ അവൻ. എന്തായാലും ഇവർ റാപ്പേഴ്സിന്റെ ഫാൻസിന്റെ കയ്യിൽ നിന്ന് ഇടികൊണ്ട് വീട്ടിൽ കിടക്കുന്നുള്ളത് 99.9% ഉറപ്പാണ്. അതുകൊണ്ട് അവൻ എങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ. നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേരെ, വെള്ളിയിൽ ഞെക്കിയാരെ, ലൈക്ക് അടിച്ചാരെ. 1K സബ്സ്ക്രൈബേഴ്സ് ആവാറായി. ആഞ്ഞ് ഫുൾ പവർ എടുത്തങ്ങ് ഞെക്കിക്കോ. അപ്പൊ നമ്മൾ നേരത്തെ ഇട്ട ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന AI യുടെ വീഡിയോ കാണണമെങ്കിൽ നേരെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.